ബഹിരാകാശത്ത് റഷ്യ രഹസ്യ ആണവായുധം വിന്യസിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സെനറ്റിൽ സമർപ്പിച്ചു. ഇന്ത്യയടക്കം പല രാജ്യങ്ങളുടെയും വിവിധ ഉദ്ദേശ ഉപഗ്രഹങ്ങൾ സമാധാനപരമായി പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇത് അവയുടെ പ്രവർത്തനങ്ങൾക്ക് ഭീഷണിയാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്നാൽ റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് അമേരിക്കൻ ഉപഗ്രഹങ്ങളെയാണെന്നും ഇത് ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ ഇതിനെ പ്രതിരോധിക്കാൻ തക്ക തയ്യാറെടുപ്പുകളൊന്നും അമേരിക്ക നടത്തിയിട്ടില്ല. എന്നാൽ സ്വയം പ്രതിരോധം തീർക്കുക മാത്രമാണ് ലക്ഷ്യമെന്നാണ് റഷ്യയുടെ നിലപാട്. ഇത് അംഗീകരിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. ബഹിരാകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതെന്നും അമേരിക്ക ആരോപിക്കുന്നു. ഇത്തരത്തിൽ ഒരു ആണവായുധം ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മറ്റു രാഷ്ട്രങ്ങളുടെ ഉപഗ്രഹങ്ങൾക്ക് നേരെ പ്രയോഗിച്ചേക്കാമെന്നും അങ്ങനെ വന്നാൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉൾപ്പെടെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാമെന്നും അമേരിക്ക പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ വിഷയത്തിൽ ഇടപെടേണ്ടെന്നുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിയമങ്ങൾ പലപ്പോഴും റഷ്യ ലംഘിക്കുന്നതായാണ് അമേരിക്ക ആരോപിക്കുന്നത്. അതിനിടെ അരനൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം റഷ്യ ചന്ദ്രനിൽ നടത്തിയ ലാൻഡർ ദൗത്യം ലൂണ 25 തകർന്ന് ചന്ദ്രനിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. പഴയകാല ബഹിരാകാശ പ്രഭാവത്തിലേക്ക് പോകാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ റഷ്യ നടത്തുന്നുണ്ട്. ഇക്കൂട്ടത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ് റോസ് എന്ന ബഹിരാകാശ സ്റ്റേഷൻ. യുക്രൈൻ റഷ്യ യുദ്ധം പല മേഖലകളിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ബഹിരാകാശ മേഖലയും വെറുതെ വിട്ടിട്ടില്ല. 2024 ശേഷം രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ നിന്ന് റഷ്യ പിന്മാറുമെന്ന അഭ്യൂഹം ശക്തമാണ്. തങ്ങൾ ബഹിരാകാശത്തെത്തിക്കാൻ ശ്രമിക്കുന്ന ബഹിരാകാശ നിലയത്തിന്റെ മാതൃക അടുത്തിടെ മോസ്കോയിൽ നടന്ന ഒരു സൈനിക പ്രദർശനത്തിൽ റഷ്യ പുറത്തുവിട്ടിരുന്നു. 2 സ്റ്റേജുകളായാകും തങ്ങളുടെ സ്റ്റേഷൻ ബഹിരാകാശത്തെത്തുകയെന്നും റഷ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2027 കാലയളവിലാകും ആദ്യ സ്റ്റേജ് ബഹിരാകാശം താണ്ടുക. 4 മൊഡ്യൂളുകൾ ഉള്ളതാകും ഇത്. അതിനുശേഷം 2 മൊഡ്യൂളുകളുള്ള അടുത്ത സ്റ്റേജും സർവീസ് പ്ലാറ്റ്ഫോമും ബഹിരാകാശത്തെത്തും. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേതുപോലെ എപ്പോഴും മനുഷ്യവാസമുള്ള രീതിയിലാകില്ല റഷ്യയുടെ സ്പേസ് സ്റ്റേഷൻ. വർഷത്തിൽ 2 തവണ ആളുകളെ എത്തിക്കുകയും തിരിച്ചിറക്കുകയും ചെയ്യും. അതിനിടെ ഇത് വെറുമൊരു സ്റ്റേഷൻ അല്ലെന്നും ആയുധശേഷിയുള്ള മിലിറ്ററി ബഹിരാകാശ നിലയവുമായിരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ബഹിരാകാശ നിലയങ്ങളുടെ കാര്യത്തിൽ റഷ്യ എന്നും ഒരു ചുവട് മുന്നിലെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായ ഒരു ബഹിരാകാശ നിലയം ബഹിരാകാശത്തെത്തിച്ചത് റഷ്യയാണ്. സല്യൂട്ട് 1 എന്നു പേരുള്ള ഈ നിലയം 1971 ബഹിരാകാശത്തെത്തിയത്. 3 റഷ്യൻ ബഹിരാകാശ യാത്രികരെ വഹിക്കാനുള്ള ശേഷിയുള്ളതായിരുന്നു ഈ നിലയം. ഈ നിലയവുമായി ബന്ധപ്പെട്ട് ബഹിരാകാശ മേഖലയിലെ ഒരു ദുരന്ത സംഭവം ഓർമ്മിക്കപ്പെടാറുണ്ട്. സല്യൂട്ട് 1 നിലയത്തിലേക്ക് സഞ്ചാരികളുമായി എത്തിയ സോയിസ് 11 എന്ന പേടകത്തിലെ യാത്രികർക്ക് സംഭവിച്ച ദുർവിധിയാണിത്. ഇതിലെ യാത്രികൾ 23 ദിവസങ്ങൾ നിലയത്തിൽ തങ്ങി. എന്നാൽ മടക്കയാത്രക്കിടെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉടലെടുത്തതിനെ തുടർന്ന് സോയിസ് 11 തകരുകയും യാത്രക്കാർ മരിക്കുകയും ചെയ്തു. സല്യൂട്ട് പദ്ധതിയുടെ ഭാഗമായി അൽമാസ് എന്ന പേരിൽ രഹസ്യ സൈനിക ദൗത്യങ്ങളും റഷ്യക്കുണ്ടായിരുന്നു. അൽമാസ് എന്നായിരുന്നു ഇതിന്റെ വിളിപ്പേരെങ്കിലും സല്യൂട്ട് എന്ന് തന്നെയാണ് ഇത് പുറത്തറിയപ്പെട്ടത്. സല്യൂട്ട് 7 എന്ന പദ്ധതിയായിരുന്നു സല്യൂട്ട് പദ്ധതികളിൽ ഏറ്റവും അവസാനത്തേത്. സല്യൂട്ട് 3 എന്ന ബഹിരാകാശ സ്റ്റേഷനിൽ വിമാനവേധ പീരങ്കിയുണ്ടെന്നും പറയപ്പെട്ടിരുന്നു. സല്യൂട്ട് പദ്ധതികൾക്ക് ശേഷം റഷ്യയുടെ പ്രസിദ്ധ സ്പേസ് സ്റ്റേഷനായ മിർ ബഹിരാകാശത്തെത്തി. 1986 മുതൽ 2001 വരെയുള്ള കാലയളവിൽ ഇത് ബഹിരാകാശത്ത് നിലനിന്നു. 1991 വരെ സോവിയറ്റ് യൂണിയനും പിന്നീട് റഷ്യയുമായിരുന്നു മിറിന്റെ നിയന്ത്രണമെങ്കിലും മറ്റു രാജ്യങ്ങളിലെ ബഹിരാകാശ യാത്രികർക്കും മിർ ആതിഥേയത്വം ഒരുക്കുകയും ചെയ്തിരുന്നു. ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലായിരുന്നു അത് നിലനിന്നത്.